ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റിവെഞ്ച് ലവ് എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഷീഷിയോങ് ആണെങ്കിൽ നമ്മുടെ ജിയാങ്ങിൻ്റെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ച് വർക്ക് കഴിഞ്ഞ് വരുന്നതാണ്. ആൾ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടാണ് വരുന്നത്. കാരണം അവനാണെങ്കിൽ നമ്മുടെ യുയിനെ ചെങ്ങിൻ്റെ കൂടെ കാണുകയും ചെയ്തു. അവരാണെങ്കിൽ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആണെന്നുള്ള കാര്യം അവന് മനസ്സിലാവുകയും ചെയ്തു. സോ അതിൻ്റെ ഒരു സാഡ്നെസ്സിലാണ് ആൾ കയറി വരുന്നത്. അവൻ്റെ മുഖം കാണുമ്പോഴേ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായിട്ട് ജിയാങ് എന്നിട്ട് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഷീഷിയോങ് ആണെങ്കിൽ ഇല്ല ഒന്നുമില്ല, എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. ജിയാങ് ആണെങ്കിൽ പിന്നെ അവനെ ഫോഴ്സ് ചെയ്യാനും നിൽക്കുന്നില്ല. അതേ ടൈമിലാണ് അങ്ങോട്ടേക്ക് ചെങ്യുവും അവൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള പയ്യനും വരുന്നത്. ചെങ്യു ആണെങ്കിൽ വീണ്ടും ഇവനെ കാണാനായിട്ട് തന്നെ വന്നേക്കാണ്. പെട്ടെന്ന് ചെങ്യുവിനെ കാണുമ്പോൾ ജിയാങ് ആണെങ്കിൽ നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ചെങ്യു അപ്പോൾ അത് പിന്നെ ഇതൊരു ഹോസ്പിറ്റലല്ലേ, അപ്പോൾ പിന്നെ ആൾക്കാർക്ക് വയ്യം തോന്നിക്കഴിഞ്ഞാൽ എപ്പോൾ വേണോ വരാമല്ലോ, നീ എന്തിൻ്റെ ഡോക്ടറാണെന്ന് പറ, അപ്പോൾ പിന്നെ എനിക്ക് ആ അസുഖമാണുള്ളതെന്ന് ഞാനങ്ങ് പറഞ്ഞോളാം എന്ന് പറയുന്നുണ്ട്. എന്നാൽ ജിയാങ്ങിന് ഇവൻ കളിക്കാനായിട്ട് വന്നിരിക്കുകയെന്ന് മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ലഞ്ച് ബ്രേക്കാണ്, ഇപ്പോൾ പേഷ്യൻസിൻ്റെ ആരെയും അലോ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് ജിയാങ് ഫുഡ് കഴിക്കാനായിട്ട് ചെന്നിരിക്കുന്നുണ്ട്. എന്നാൽ ചെങ്ങു തൊട്ടടുത്ത് ചെന്നിരുന്നിട്ട് അത് പിന്നെ ഇതൊരു ചെറിയ ക്ലിനിക്കല്ലേ, ഇവിടെ അപ്പോൾ ഒത്തിരി പേഷ്യൻസ് ഒന്നും വരത്തില്ലല്ലോ, അപ്പോൾ ഇതിന് പ്രത്യേക ലഞ്ച് ബ്രേക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് സമയമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ദേഷ്യം വന്നിട്ട് ജിയാങ് ആണെങ്കിൽ നിനക്ക് എന്താ കുഴപ്പമെന്ന് വെച്ചിട്ട് അകത്തേക്ക് കയറി പോകാൻ നോക്കുന്നുണ്ട്. എന്നാൽ ചെങ്ങു അവനെ വിടുന്നില്ല. പിടിച്ചു വെച്ചിട്ട് അവൻ്റെ അടുത്ത് നീ ഒരു ഡോക്ടറല്ലേ, എൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ മാറ്റി തരാനായിട്ട് പറഞ്ഞിട്ട് ഭയങ്കര ക്ലോസ് ആയി നിൽക്കുന്നുണ്ട്. കിസ് ചെയ്യാൻ പോകുന്നതിലാണ് നിൽക്കുന്നത്. എന്നാൽ ചെങ്ങു ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ പിന്നീട് ചെങ്ങു ആണെങ്കിൽ ജിയാങ്ങിൻ്റെ കൈ പിടിച്ചിട്ട് അവൻ്റെ ബോഡി കൂടെ എല്ലാം ഇങ്ങനെ തടവി ഇങ്ങി പോകുന്നുണ്ട്. ദേഷ്യം വന്നിട്ട് ജിയാങ്ങോട് ഒരു ഒറ്റ അടി അടിക്കുകയാണ്. അത് കണ്ടിട്ട് ഷോക്കായിട്ട് അവിടെ ഉണ്ടായിരുന്ന നേഴ്സും പിന്നെ നമ്മുടെ ചെങ്ങുവിൻ്റെ അസിസ്റ്റൻ്റൊക്കെ നോക്കുന്നുണ്ട്. കറക്റ്റ് ടൈമിലായിരുന്നു ഷീഷു അങ്ങോട്ട് റൂമിൽ നിന്ന് ഇറങ്ങി വന്നത്. അതുകൊണ്ട് ആ ഒരു അടിയുടെ സീന് അവനും കാണുന്നുണ്ട്. ജിയാങ് അതേസമയം ചെങ്ങുവിൻ്റെ അടുത്ത് ഞാനാണെങ്കിൽ നാണോ മാനോ ഇല്ലാത്തവന്മാരെ ചികിത്സിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്, നിൻ്റെ കുഴപ്പമില്ല ഇപ്പം മാറി കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ചെങ്ങു തിരിച്ചും മറുപടിയൊന്നും പറയുന്നില്ല. പതുക്കെ ഇറങ്ങി പോകുന്നുണ്ട് അവൻ്റെ അസിസ്റ്റൻ്റ് അങ്ങോട്ട് പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും അവൻ പറയുന്നുണ്ട് എന്നെ എതിരായിട്ട് ഒരു ആൾ പോലും അടിച്ചിട്ടില്ല, എന്നിട്ട് എന്നെ അടിക്കാനുള്ള ധൈര്യം അവന് വന്നോന്ന്. ആ സമയം അവൻ്റെ അസിസ്റ്റൻ്റ് പറയുന്നുണ്ട് വേറെ എത്രയോ ചെക്കന്മാരുണ്ട്, ഇവനെ വെട്ടേക്ക് വേറെ ഏതെങ്കിലും ചെക്കന്മാരൊക്കെ ആണെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾ വിളിച്ച അടുത്തേക്ക് വരുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ചെങ്ങു ആണെങ്കിൽ ഇല്ല അതൊന്നും പറഞ്ഞ് നിനക്ക് മനസ്സിലാവത്തില്ല, ഞാൻ തന്നെ ചെന്ന് വളയ്ക്കണം, അതാണ് അതിൻ്റേതായ ഒരു ഫീലെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഭയങ്കര കാര്യത്തിൽ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവനെ എൻ്റെ ആക്കണം, കാരണം ചെങ്ങെങ്ങാനും കണ്ടിട്ട് അവന് ജിയാങ്ങിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ചെങ്ങനെ വെറുതെ വിടത്തില്ല, അതുകൊണ്ട് ഫസ്റ്റ് ജിയാങ്ങിനെ ഞാൻ വളയ്ക്കുമെന്ന് തന്നെ പറയുന്നുണ്ട്. ഇതേ സമയം ഈ ഒരു അടി കണ്ടിട്ട് ഷീഷോ അങ്ങനെ ഒരു പ്ലാൻ വരുന്നുണ്ട്. അങ്ങനെ അവൻ ചെന്നിട്ട് നമ്മുടെ ജിയാങ്ങിൻ്റെ അടുത്ത് നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ, എനിക്കൊരു ചെക്കനെ വളയ്ക്കണമെന്ന് പറയുന്നുണ്ട്. ആ സമയം ആരെ എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് അത് പിന്നെ എൻ്റെ എക്സ് ഗേൾ ഫ്രണ്ടിൻ്റെ ഇപ്പോഴത്തെ ബോയ് ഫ്രണ്ടിനാണെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജിയാങ് ആണെങ്കിൽ അപ്പോൾ അതാണ് നിൻ്റെ പ്ലാൻ, നീയാണെങ്കിൽ ഇതിൻ്റെ എക്സ് ഗേൾ ഫ്രണ്ടിൻ്റെ ഇപ്പോഴത്തെ ബോയ് ഫ്രണ്ടിനെ വളച്ചെടുത്തിട്ട് നീ പിന്നെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം അത് പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, എനിക്ക് അവനെ ഇഷ്ടമാണെന്നുള്ള രീതിയിൽ ഞാൻ അവൻ്റെ പുറകെ പോവും, അവനെ ഞാൻ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും, അവർ രണ്ടുപേരും തമ്മിൽ ബ്രേക്കപ്പ് ആക്കി ചെയ്യും, എനിക്കാണെങ്കിൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷനും കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് അപ്പോൾ ജിയാങ് അതിലിതില്ല എന്ന രീതിയിൽ എഴുന്നേറ്റ് പോകാൻ നിൽക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് ഷീഷോക്കാണെങ്കിൽ ഇമോഷണലൊക്കെ ആയിട്ട് 3 വർഷമായിട്ട് നമുക്കുള്ളൊരു ഗേൾ ഫ്രണ്ട് പെട്ടെന്ന് വേറൊരു ചെക്കനെ കിസ് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുന്നത്, ആ ഒരു ഫീലിംഗാണ് ഇപ്പോൾ എനിക്കുള്ളത്, എൻ്റെ സിറ്റുവേഷൻ നിനക്ക് മനസ്സിലാക്കാൻ പറ്റൂലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് ജിയാങ്ങിനെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ് ചെയ്യാണ്. ജിയാങ് അപ്പോൾ തന്നെ ഓക്കെ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, പക്ഷേ ഫസ്റ്റ് നീയാണെങ്കിൽ ചെങ്ങിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ്, അതായത് അവൻ്റെ സ്വഭാവം എങ്ങനെയാണ്, അവൻ്റെ ഹോബീസ് എന്താണ്, അവൻ്റെ റിലേഷൻഷിപ്പ് കാര്യങ്ങൾ അതൊക്കെ തന്നെ നീ ആണെങ്കിൽ പഠിച്ചിട്ട് വരണം, എല്ലാം എനിക്ക് പറഞ്ഞു തരണം, അതനുസരിച്ച് നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല ജിയാങ്ങിൻ്റെ അടുത്ത് ഈ ഒരു പ്ലാൻ പറയുന്ന ടൈമിൽ ഇപ്പോൾ ചെങ്ങാണെങ്കിൽ ഒരു പെൺകുട്ടീനെ ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവന് ചെക്കന്മാർ ഇഷ്ടമാവോ എന്നൊരു കാര്യം നമ്മൾ ജിയാങ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഷീഷോങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ മറ്റേ ആ ഒരു ഓർഡർ കൊടുക്കാനായിട്ട് അവൻ്റെ കമ്പനിയിലേക്ക് ചെന്നപ്പോൾ അവിടെയുള്ള കുറച്ച് പേര് അവനാണെങ്കിൽ വേറെ ചെക്കന്മാരെ ഈ മുമ്പേ ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാൻ കഴിഞ്ഞു, അതുകൊണ്ട് എനിക്ക് അവനെ വളയ്ക്കാൻ പറ്റും, ആ ഒരു കാര്യം കൂടെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് ഈവനിങ് ആയപ്പോഴത്തേക്ക് ഒരുവിധം നമ്മുടെ ചെങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജിയാങ് ഇപ്പോൾ ഷീഷോങ്ങിന് എങ്ങനെ ചെങ്ങിനെ വളയ്ക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ചെങ്ങാണെങ്കിൽ രണ്ടാമത്തെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള റിച്ച് ആയിട്ടിരുന്നൊരു പയ്യനാണെന്ന് വേണമെങ്കിൽ പറയാം. അവന് 28 വയസ്സായി. അവൻ്റെ ഫേവറേറ്റ് കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പുകളെ വളർത്തുക എന്നുള്ളതാണ്. പാമ്പുകളെ പറ്റിയിട്ട് ഒത്തിരി കാര്യങ്ങൾ അവന് നന്നായിട്ട് അറിയാം. അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാമ്പെന്ന് പറയുമ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിൽ വരുന്ന കിങ് സ്നേക്കാണ്. അതിന് അവൻ ഇട്ടേക്കുന്ന പേര് ഷീ ശുഭാവോ എന്നാണ്. ചെങ്ങാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പാമ്പുകളെ വെച്ചിട്ട് ഫൈറ്റൊക്കെ നടത്താറുണ്ട്. അതിൽ അവൻ കൂടുതലും ഇറക്കാറുള്ള അവൻ്റെ പാമ്പെന്ന് പറയുന്നത് ഹുവാങ് ലോങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഞ്ഞ കളർ പാമ്പിനെയാണ്. അതാണെങ്കിൽ നല്ലതുപോലെ ഫൈറ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവൻ എപ്പോഴും സ്നേക്ക് ഫൈറ്റിൽ ജയിക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ അവൻ്റെ അച്ഛനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മാനുഫാക്ചറിങ് കമ്പനിയുടെ ചെയർമാൻ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും
ഷീഷിയോങ് ആണെങ്കിൽ അപ്പോൾ അവൻ്റെ അച്ഛൻ അത്രയും വലിയ ആളായതുകൊണ്ടാണല്ലേ അവൻ ഇത്ര അഹങ്കാരം എന്ന് പറഞ്ഞിട്ട് ഇവൻ ഭയങ്കര ദേഷ്യപ്പെടാൻ നിൽക്കുമ്പോൾ ജിയാങ് ആണെങ്കിൽ നീ ഒന്ന് സമാധാനിക്കുക ഞാൻ ബാക്കി പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അവനവിടെ സമാധാനിപ്പിച്ചിരുത്താണ്. എന്നിട്ട് ജിയാങ് പറയുന്നുണ്ട് പിന്നെ ചെങ്ങിൻ്റെ റിലേഷൻഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു വലിയ ലോങ് ഹിസ്റ്ററി തന്നെയാണ്. കാരണം അവനെക്കുറിച്ച് പറഞ്ഞാൽ ഒത്തിരി പേരുടെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ അതിങ്ങനെ സ്മൂത്തായിട്ട് പോകുന്ന നല്ല റിലേഷൻഷിപ്പല്ല. അതിപ്പോൾ വേണമെങ്കിൽ ഫണ്ണായിട്ട് ഡേറ്റ് ചെയ്യുകയാണെന്ന് പറയാം, അല്ലെങ്കിൽ 2 ആഴ്ച 3 ആഴ്ച 1 മാസം അങ്ങനെയൊക്കെ പോകുന്നത്, അതല്ലെങ്കിൽ 1 നൈറ്റ് സ്റ്റാൻഡ്, ഇതൊക്കെയാണ് അവൻ്റെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ജിയാങ് ശരി ഇനി നിനക്ക് എന്താ തോന്നുന്നതെന്ന് ഷീഷിയോങ്ങിനോട് ചോദിക്കുമ്പോൾ ഷീഷിയോങ് കുഴപ്പമില്ല നന്നായിട്ടിട്ടെന്ന് പറയാണ്. ആ സമയം ജിയാങ് അത്രേ പറയാറുള്ളൂ, ഞാൻ അവൻ്റെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ട് നിനക്ക് വേറൊന്നും തോന്നുന്നില്ലേ? ഞാൻ ഒരു കാര്യം എന്തായാലും പറഞ്ഞേക്കാം, ഇതുവരെ അച്ഛൻ അന്വേഷിച്ചിട്ട് അവനെ വളച്ചെടുക്കാനൊക്കെ കുഴപ്പമില്ല, എളുപ്പമാണ്. പക്ഷേ റിലേഷൻഷിപ്പ് അവനുമായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവുക എന്നുള്ളതാണ് പാടായിട്ടുള്ള കാര്യം, അതിൽ വേണം നീ സക്സസ് ആവാൻ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഷീഷിയോങ്ങിനെ അതൊന്നും എങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ, എന്നാലും ഓക്കെ സെറ്റ് എന്ന രീതി ഇരിപ്പുണ്ട്. ആ സമയം ജിയാങ് ചോദിക്കുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം കൂടെ, ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ നീയായിട്ട് ഇൻറ്റിമേറ്റ് ആവണമെന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? അവൻ്റെ ടോപ്പ് ആവാൻ പറ്റുമോ? അതായത് അവനെ ബോട്ടം ആക്കിയിട്ട് നിനക്ക് ടോപ്പ് ആവാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം പിന്നെ എനിക്ക് പറ്റാതെന്താ, ഞാനാണെങ്കിൽ എക്സസൈസൊക്കെ ചെയ്യുന്ന ചുമ്മായാണോ, എൻ്റെ സ്റ്റാമിനയൊക്കെ വേറെ ലെവലാണെന്ന് പറയുന്നുണ്ട്. ഇത്രയും ഡയലോഗ് പറഞ്ഞിട്ട് അവൻ പിന്നെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഈ ടോപ്പ് ആവുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അപ്പോൾ ജിയാങ്ങിന് മനസ്സിലാവുന്നുണ്ട് ഇവനൊരു സാധനം അറിയത്തില്ല എന്ന്. അതിന് ജിയാങ് ഇവനെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് അവൻ്റെ ഈ ആണുങ്ങൾ ഇൻറ്റിമേറ്റ് ആവുന്ന എന്തൊക്കെയോ കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു, അതൊക്കെ പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും ഷീഷിയോങ് ഇതെന്തോ സാധനം എന്നൊരു രീതിയിൽ കണ്ണൊക്കെ അടയ്ക്കുന്നുണ്ട്, എന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്, ആ രീതിയിലിരിക്കുകയാണ്. എന്നിട്ട് ജിയാങ്ങിനോട് ചോദിക്കുകയാണ് നീ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടോയെന്ന്. എന്നാൽ ജിയാങ് അതിനൊരു മറുപടി കൊടുക്കുന്നില്ല. ഉടനെ വിഷയം മാറ്റിയിട്ട് എനിക്കും ഈ ഒരു ചെങ്ങിനെ മീറ്റ് ചെയ്യണം, അത് വെച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ നീയാണോ ടോപ്പ് ആവാൻ പോകുന്നത് അവനാണോ ടോപ്പ് ആവാൻ പോകുന്നതെന്ന്. എന്തായാലും നമുക്ക് ഫസ്റ്റ് ഒരു പ്ലാന് നടത്തി വെക്കാമെന്ന് പറഞ്ഞിട്ട് അവർ നേരെ പുറത്തേക്ക് പോവാണ്. നല്ല മഴയുണ്ടായിരുന്നു. ഫസ്റ്റ് പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്കും ചെങ്ങ് വർക്ക് എന്തോ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ പോകുന്നത് ഏത് വഴിക്കാണെന്ന് ഷീഷിയോങ്ങിന് അറിയാം. അതുകൊണ്ടിപ്പോൾ ഷീഷിയോങ് ഒരു ഉന്ത് വണ്ടി പോലത്തെ ഒരു വണ്ടിയും പിടിച്ചുകൊണ്ട് അവിടെ മഴയത്ത് ഒരു റെയിൻ കോട്ട് ഇട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ചെങ്ങ് അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഈ വണ്ടി അവന് സ്വന്തമായിട്ട് നീക്കാൻ പറ്റത്തില്ല എന്നൊരു രീതിയിൽ ഇവൻ അഭിനയിക്കും. അപ്പോൾ ചെങ്ങ് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാൻ പോകുന്നത്, അതാണ് ഇപ്പോൾ സീന്. അപ്പോൾ വിചാരിച്ച പോലെ തന്നെ പ്ലാൻ നടക്കുന്നുണ്ട്. ചെങ്ങ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ഇവനാണെങ്കിൽ ആ ഒരു വണ്ടി തള്ളാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാൽ പറ്റുന്നില്ല. ചെങ്ങിന് കാണുമ്പോൾ തന്നെ ഇത് ഷീഷിയോങ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതേസമയം ജിയാങ് ആണെങ്കിൽ അപ്പുറത്തൊരു മരത്തിൻ്റെ പുറകെ പോയി ഒളിച്ച് ചെയ്തിട്ട് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ചെങ്ങ് നോക്കുമ്പോഴത്തേക്കും ഇവന് ഈ വണ്ടി തള്ളാൻ പറ്റാതെ കണ്ടിട്ട് ചെങ്ങ് അവൻ്റെ കുടയും കൊണ്ട് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. എന്നിട്ട് വന്നിട്ട് ഇവനെ നോക്കിക്കൊണ്ട് നിന്നിട്ട് നമ്മളെപ്പോഴും മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണല്ലോ, കണ്ടിട്ട് നീ കുറേ കഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇവൻ ആ വണ്ടിയുടെ പുറത്ത് കയറിയിരിക്കുകയാണ്. ആ സമയം ഒന്നാതെ നീക്കാൻ പറ്റാത്തതുപോലെ ഇവൻ കിടന്ന് അഭിനയിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചെങ്ങും കൂടെ കയറിയിരുന്നപ്പോൾ ഷീഷിയോങ്ങിന് ശരിക്കും ആ ഒരു വണ്ടി നീക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവനാണെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് മാറാൻ പറയുന്നുണ്ട്. ആ സമയം ചെങ്ങാണെങ്കിൽ നല്ലവനായെന്ന് തോന്നുന്നു, കാരണം ആ ഒരു കുട പിടിക്കാൻ പറഞ്ഞിട്ട് ചെങ്ങ് തന്നെ കുറച്ച് ദൂരം ആ ഒരു വണ്ടി നീക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ വേറൊന്നും പറയാതെ ആ ഒരു കുടയും പിടിച്ചിട്ട് അവൻ തിരിച്ച് അവൻ്റെ കാറിൽ കയറുന്നുണ്ട്. കാറിൽ കയറിയിട്ട് പോകുന്ന ടൈമിനും ഒന്നുകൂടെ നമ്മുടെ ഷീഷിയോങ്ങിനെ നോക്കുന്നുണ്ട്. അങ്ങനെ അവൻ പോയി കഴിയുന്നതും നേരെ ജിയാങ് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെങ്ങിനെ ഇപ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊക്കെ നമ്മുടെ ജിയാങ് കണ്ടു കഴിഞ്ഞു. അപ്പോൾ അത് വെച്ചിട്ട് ജിയാങ് പറയുന്നുണ്ട് അവനെ ടോപ്പ് ആവുള്ളൂ, നീ ഒരിക്കലും ആവത്തില്ല, അത് പ്രൂവ്ഡാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് അടുത്ത ദിവസം അടുത്തിനെ അവനെ വളയ്ക്കാനുള്ള അടുത്ത പ്ലാനും കൊണ്ട് നമ്മൾ ജിയാങ് വന്നിട്ടുണ്ട്. അങ്ങനെ അടുത്ത ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ജിയാങ് പറയുന്നുണ്ട് നീയാണോ ടോപ്പ് ആവാൻ പോകുന്നത് അവനാണോ എന്ന്. ആ സമയം ഷീഷിയോങ് ആണെങ്കിൽ ഞാൻ തന്നെ ടോപ്പാവും, അതിലെന്താ സംശയം എന്ന് ചോദിക്കുമ്പോൾ ജിയാങ് നിന്നെ കാണാൻ ലുക്കൊക്കെ ഉണ്ട്, പക്ഷേ ഈ ഡ്രസ്സിങ് സ്റ്റൈല് അതൊന്ന് ചേഞ്ച് ചെയ്യണം, കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സെക്സി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇവന് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെങ്ങ് പോകാറുള്ള ഒരു പബ്ബിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ ഡ്രസ്സ് ചെയ്യിപ്പിച്ച് ഇവനെ കൊണ്ട് നിർത്തുന്നുണ്ട്. ചെങ്ങ് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഇവൻ കുറച്ച് ഹോട്ടായിട്ടൊക്കെ നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആ സമയം വേറൊരു ചെക്കൻ വന്നിട്ട് ഇവൻ്റെ അടുത്ത് ഫ്ലേർട്ട് ചെയ്യാണ്. അങ്ങനെ ചെങ്ങാണെങ്കിൽ അത് കണ്ടിട്ട് ചിരിച്ചുകൊണ്ട് പോകുന്നുണ്ട്, മൈൻഡ് പോലും ചെയ്യുന്നില്ല. ആ പ്ലാൻ അടച്ച് ഫെയിലാവുന്നുണ്ട്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഷീഷിയോങ് ആണെങ്കിൽ അവനെന്നൊന്നും തിരിഞ്ഞു പോലും നോക്കുന്നില്ല. എന്നെ കാണാൻ അത്രയ്ക്ക് ഭംഗിയില്ലേന്ന് നോക്കുമ്പോൾ ജിയാങ് ആണെങ്കിൽ നീ ഒരിക്കലും അങ്ങനെയൊന്നും പറഞ്ഞ് തളരരുത്, നമുക്ക് എങ്ങനെയെങ്കിലും അവനെ വളച്ചെടുക്കാം. ഞാനിപ്പം മനസ്സിലാക്കിയൊരു കാര്യമാണിത്, അവൻ പാമ്പുകളെ വളർത്തുന്ന മാത്രമല്ല ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യം, അവൻ ബാസ്കറ്റ് ബോൾ കളിക്കുകയും ചെയ്യും. അതാണെങ്കിൽ അവൻ കളിക്കാൻ പോകുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം 5:30 ഇവിടെയുള്ള ആ ഒരു വലിയ ബാസ്കറ്റ് ബോൾ കോർട്ടിലോട്ടാണ്. അതുകൊണ്ട് ഇനി തൊട്ട് നീ അങ്ങോട്ടേക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത പ്ലാൻ അനുസരിച്ച് അടുത്ത ദിവസം തൊട്ട് ഇവനും ചെന്ന് ജോയിൻ ആവുന്നുണ്ട്. അങ്ങനെ ഇവൻ ചെന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇത് എപ്പോഴായിരിക്കും വരാമെന്ന് നോക്കിയായിരിക്കും നിൽക്കുന്നത്. അങ്ങനെ ചെങ്ങ് വരുന്നുണ്ട്. ചെങ്ങ് ഇവനെ കാണുമ്പോഴത്തേക്കും നീ എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയം എനിക്കെന്താ ഇവിടെ കളിക്കാൻ പാടില്ല, നിനക്ക് മാത്രമേ വരാൻ പാടുള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ അവർ രണ്ടുപേരും ഒരുമിച്ച് ബാസ്കറ്റ്
ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അത് കുറേ ദിവസം കണ്ടിന്യൂ ആയി പോകുന്നുണ്ട്. ഈ എല്ലാ ദിവസവും കളിക്കുന്ന സമയത്ത് ചെങ് അറിയാതെ അവൻ്റെ പോക്കറ്റിൽ ഇവനാണെങ്കിൽ മുട്ടായിയോ ലോലിപോപ്പോ എന്തെങ്കിലുമൊക്കെ ഇടാറാണ് പതിവ്. അങ്ങനെ ഒരു ദിവസം കളി കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ അതേപോലെ തന്നെ മുട്ടായി ഇങ്ങനെ വച്ചു കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് പോക്കറ്റിലേക്ക്. എന്നിട്ട് അവൻ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് നടന്നു പോകുന്നുണ്ട്. ഇനി പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് ആ ഒരു ബാസ്കറ്റ് ബോൾ കോർട്ടിലേക്ക് അവൻ പോകത്തില്ല. അപ്പോൾ എന്തായാലും ഇത്രയും ദിവസം വന്നിട്ട് കുറച്ച് ദിവസം വരാതിരിക്കുമ്പോഴത്തേക്കും അവൻ എന്തുകൊണ്ട് വന്നില്ല എന്ന് ചെങ് ആലോചിക്കാൻ തുടങ്ങും. ചെങ് ഇവനെ മിസ് ചെയ്യും. അതാണിപ്പോൾ പ്ലാൻ. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു പോകുന്നുണ്ട്. എന്നിട്ട് വീണ്ടും പ്ലാൻ പോലെ ഷീഷോങ് ആണെങ്കിൽ തിരിച്ചു വരാണ്. ഷീഷിയോങ് ബാസ്കറ്റ് ബോൾ കോർട്ടിൽ എത്തുന്ന ടൈമിന് ഓൾറെഡി ചെങ് അവിടെ ഉണ്ടായിരുന്നു. അവനെ കാണുന്നതും ചെങ് ചോദിക്കുന്നുണ്ട്, ഇത്രയും ദിവസം നീ എവിടെയായിരുന്നു എന്ന്. ആ സമയം ഷീഷിയോങ്, എന്താ നീ എന്നെ നോക്കിക്കൊണ്ടാണോ നടന്നത് എന്ന് ചോദിക്കുമ്പോൾ ചെങ് നിന്റെ ഷൂലേസ് അഴുകിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് ശ്രദ്ധിച്ചിട്ട് ഷീഷിയോങ് അവൻ്റെ ഷൂലേസ് കെട്ടാനായിട്ട് തുടങ്ങാണ്. ആ സമയം ചെങ് എന്നിട്ട് ഇവൻ്റെ ബാക്കിൽ ഒരു പിടുത്തം പിടിക്കുന്നുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും ഇവനാണെങ്കിൽ ഷോക്കായിട്ട്, നിനക്ക് വട്ടാണോടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ചെങ് അപ്പോൾ അതേന്നുള്ള രീതിയിൽ തലയാട്ടുന്നുണ്ട്. അങ്ങനെ ഷീഷിയോങ് എന്നിട്ട് അവിടെ ഒരു ബെഞ്ചിൽ ചെന്നിരുന്നിട്ട് വെള്ളം കുടിക്കാനായിട്ട് തുടങ്ങാണ്. ചെങ്ങും അവൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. ആ സമയം ഷീഷിയോങ് ആണെങ്കിൽ അന്ന് ആ ഒരു മഴയത്ത് ആ ഒരു വണ്ടിയൊക്കെ തള്ളിത്തരാൻ നിന്നെ സഹായിച്ചില്ലേ, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് എപ്പോഴത്തെയും പോലെ തന്നെ വീണ്ടും ഇവൻ്റെ പോക്കറ്റിൽ മുട്ടായി വെക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ചെങ്ങ് അത് കയ്യോടെ പൊക്കുന്നതുകൊണ്ട് അവൻ്റെ അടുത്ത്, നീ കുറേ ദിവസമായാലും ഇങ്ങനെ മുട്ടായി വെക്കാൻ തുടങ്ങിയിട്ട്, ഞാനെന്താ കൊച്ചു കുട്ടി എന്നാണ് നീ വിചാരിച്ചിരിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഷീഷിയോങ് ആണെങ്കിൽ അത് പിന്നെ മുട്ടായി കഴിച്ചാൽ നമ്മുടെ മൂഡ് ഭയങ്കര അടിപൊളിയാവും എന്ന് പറഞ്ഞിട്ട് അവനിപ്പോൾ ആ ഒരു മുട്ടായി കൊടുക്കാതെ ഇവൻ തന്നെ സ്വന്തമായിട്ട് എണ്ണം കഴിക്കാൻ തുടങ്ങാം. തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്കും ജിയാങ് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് കാര്യങ്ങൾ, പ്ലാനൊക്കെ അനുസരിച്ചെല്ലാം നടക്കുന്നുണ്ടോ എന്ന്. ആ സമയം എല്ലാം സെറ്റായിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത പ്ലാൻ തുടങ്ങാനുള്ള ടൈമായി, അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കി വെച്ചിട്ടുണ്ടെന്ന്. അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചെങ്ങിനാണെങ്കിൽ പാമ്പുകൾ ഇഷ്ടമാണല്ലോ. അപ്പോൾ ചെങ്ങിനെ വളയ്ക്കണമെങ്കിൽ ഇവനും പാമ്പിനെ ഇഷ്ടമായിരിക്കണം. അതുകൊണ്ട് പാമ്പുകളെ കുറിച്ച് പഠിക്കാനും പാമ്പിനെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിക്കാനൊക്കെ അവിടെയുള്ള ഫേമസ് ആയിട്ടുള്ള വാങ് എന്ന് പറഞ്ഞിട്ട് ഈ പാമ്പുകളെ വളർത്തുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളുണ്ട്. അയാളുടെ അടുത്തേക്ക് പോകാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ പ്ലാൻ അനുസരിച്ച് പിറ്റേ ദിവസം തന്നെ അയാളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അയാളുടെ അടുത്ത് ഇതാ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അയാളാണെങ്കിൽ പാമ്പുകൾ എങ്ങനെയാണ് നോക്കേണ്ടതെന്നും എടുക്കേണ്ടതെന്നും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യമൊക്കെ അതിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ ഇവൻ ഒരുമാതിരിയായിരുന്നു. പിന്നീട് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും സെറ്റ് ആവുന്നുണ്ട്. ഇവനും പാമ്പുകളെ നോക്കുന്നതിൽ ഒരു എക്സ്പേർട്ട് ആവുന്നുണ്ട്. പാമ്പുകൾ അവ ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അവനൊരു ദിവസം വീണ്ടും നൈറ്റ് ആ ഒരു ബാസ്കറ്റ് ബോൾ കോർട്ടിലേക്ക് ചെല്ലാണ്. കുറച്ച് കഴിയുമ്പോൾ ചെങ്ങും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മറ്റാരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവനെ കാണുമ്പോൾ ചെങ്ങ് പറയുന്നുണ്ട്, നീ എന്താ വീണ്ടും വന്നത്, വീണ്ടും എനിക്ക് മുട്ടായി എല്ലാം തരാൻ വന്നതാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഷീഷിയോങ് ആണെങ്കിൽ അതിന് നിന്നെ കാണാനാണ് ഞാൻ വന്നതെന്ന്, ഞാൻ എപ്പോഴാണ് പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് നേരെ അവൻ്റെ കാറിൻ്റെ ആ ഒരു ഡോർ ഓപ്പൺ ചെയ്യാണ്. കാരണം പുറത്തെ സീറ്റിൽ അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു പാമ്പ് ഇരിപ്പുണ്ടെന്ന് ഇവനറിയാം. അങ്ങനെ അതിനെ നോക്കിയിട്ട് അതിന് കഴിക്കാനായിട്ട് ഫുഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ സമയം ഭയങ്കര ഗമയെ തന്നെ ചെങ്ങ് പറയുന്നുണ്ട്, ഞാനല്ലാതെ വേറെ ആര് ഫുഡ് കൊടുത്താലും അവൻ കഴിക്കത്തില്ല എന്ന്. എന്നാൽ ഷീഷിയോങ് കൊടുത്ത ഉടനെ തന്നെ അത് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. ചെങ്ങാണെങ്കിൽ അതിനെ നോക്കിയിട്ട്, എടാ മനുഷ്യനെ നാണം കെടുത്താനായിട്ടാണോ നീ ഇരിക്കുന്നത് എന്ന് അതിൻ്റെ അടുത്ത് പതുക്കെ പറയുന്നുമുണ്ട്. ആ സമയം ഷീഷിയോങ് നിനക്ക് ഞാൻ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ് ക്രീം കൊടുക്കുകയാണ്. ആ സമയം ഇതെന്താ സാധനം എന്നിങ്ങനെ ചോദിച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിന് ഷീഷിയോങ് പറയുന്നുണ്ട്, നീ ഉപയോഗിക്കുന്ന ആ ഒരു വലിയ വലിയ ഫേമസ് ഐറ്റംസ് അതിനേക്കാളും എത്രയോ നല്ലതാണ് എൻ്റെ ഈ ഫേസ് ക്രീം, സൂപ്പറാണ്, നിനക്ക് വേണ്ടെങ്കിൽ തിരിച്ചു തരാൻ പറഞ്ഞിട്ട് അവനത് തിരിച്ച് വാങ്ങുന്നുണ്ട്. എന്നാൽ ആ ടൈമിന് പെട്ടെന്ന് ചെങ്ങാണെങ്കിൽ ഷീഷിയോങ്ങിനെ അവൻ്റെ അടുത്തേക്ക് വലിച്ചിട്ട് എനിക്കത് വേണമെന്ന് പറയുന്നുണ്ട്. ഷീഷിയോങ് വേണമെങ്കിൽ അങ്ങ് ചോദിച്ചാൽ പോലെ എന്തിനാ എന്നെ പിടിച്ച് വലിക്കുന്നതെന്ന് വെച്ചിട്ട് ആ ഒരു ഫേസ് ക്രീം അവൻ്റെ തന്നെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയം തന്നെ ചെങ്ങാണെങ്കിൽ ഷീഷിയോങ്ങിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇനി തൊട്ടേക്ക് ഞാൻ നിന്നെ ദബാവു എന്നായിരിക്കും വിളിക്കുന്നതെന്ന്. ആ സമയം ഷീഷിയോങ് അതെന്തിനാ എന്നെ അങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ എപ്പോഴും നീ എൻ്റെ മുന്നിൽ എങ്ങനെയെങ്കിലുമൊക്കെ പ്രത്യക്ഷപ്പെടുമല്ലോ, അതുകൊണ്ട് ഇനി തൊട്ട് ഞാൻ നിന്നെ ദബാവു എന്നേ വിളിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതാണെങ്കിൽ ഷീഷിയോങ് എതിർക്കുന്നുമില്ല. പിന്നീട് ഷീഷിയോങ് ആണെങ്കിൽ തിരിച്ചിങ്ങ് റൂമിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ജിയാങ്ങിൻ്റെ അവിടെ സെലിബ്രേറ്റ് ചെയ്യാണ്. കാരണം പാമ്പുകളെ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് അവനിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ തനിക്കും ഇതിനെക്കുറിച്ച് അറിയാമെന്നും ഇതിന് ഇഷ്ടമാണെന്നും ചെങ്ങനെ കാണിക്കാനായിട്ട് അവനാണെങ്കിൽ ഒരു 200 കിങ് റാറ്റ് സ്നേക്സ് ആ ഒരു ഇനത്തിൽപ്പെട്ട പാമ്പുകളെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന് നോക്കാനായിട്ട് ഒരു സ്ഥലം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ അവൻ്റെ പ്ലാന് ഒരുവിധം എല്ലാം സെറ്റാണ്. ജിയാങ് അപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ നടക്കുമല്ലോ, ഒന്നും കൊളാവത്തില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും, ഇല്ല ഒരിക്കലും ഇല്ല, അവൻ എന്തായാലും എന്നെ ഇഷ്ടപ്പെട്ടിരിക്കും, ഞാൻ അതിനനുസരിച്ചാണ് പ്ലാനെല്ലാം വർക്കൗട്ട് ചെയ്യുന്നത്, നോക്കിക്കോ എന്നെ കാണാതിരിക്കുമ്പോൾ 3 ദിവസത്തിനുള്ളിൽ അവൻ എന്നെ അന്വേഷിക്കുക വരുമെന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ജിയാങ് ആണെങ്കിൽ അവൻ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ടൈമിന് അവനെ മീറ്റ് ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് ചെങ്ങി വരുന്നുണ്ട്. അവൻ്റെ അസിസ്റ്റൻറ്റ് വലിയ കാര്യത്തിൽ ഇവനോട് സംസാരിക്കാനായിട്ട് കയറി വരികയാണ്. ജിയാങ്ങും ചിരിച്ചുകൊണ്ട് തന്നെ വരുന്നുണ്ട്. അങ്ങനെ ജിയാങ്ങിന് അവസാനമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് എഴുതിയിട്ട് ചെങ്ങിയും ഹഗ് ചെയ്യാൻ കണക്കിന് കൈയൊക്കെ തുറന്നു പോകുന്നുണ്ട്. എന്നാൽ അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് ജിയാങ് അവനെ നോക്കിയല്ല ചിരിച്ചത്, അവൻ്റെ ഹോസ്പിറ്റലിൽ എപ്പോഴും വരുന്ന ഒരു പ്രായമായിട്ടുള്ള ഒരു പേഷ്യൻ്റ് ഉണ്ട്, അയാളെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകാനായിട്ടാണ് അവൻ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ വന്നത്. അത് കാണുമ്പോഴത്തേക്കും ചെങ്ങി വേണമെങ്കിൽ നാണം കെട്ടു എന്നൊരു രീതിയിൽ നിൽക്കുന്നുണ്ട്. എന്നാലും അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ചെല്ലുമ്പോൾ തന്നെ ജിയാങ്ങിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പറ്റുന്നില്ല.
കാരണം അവിടെ തിരക്കുണ്ടായിരുന്നു, ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അവരങ്ങനെ ജിയാങ്ങിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പേഷ്യൻസ് ആയാലും അല്ലാതെ മരുന്ന് വാങ്ങാൻ വരുന്നവരായാലും കാണുന്നവരെല്ലാവരും അവൻ ഭയങ്കര സ്നേഹത്തോടെ ഭയങ്കര സ്വീറ്റായിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ പേഷ്യൻസ് എല്ലാം ഒരുവിധം തീരുമ്പോഴത്തേക്കും ഷെങ്ങിയുവാണെങ്കിൽ ഇവൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നിട്ട് നീ എല്ലാവരുടെ അടുത്തും ഭയങ്കര സ്നേഹത്തോടെയാണല്ലോ സംസാരിക്കുന്നത്, കുറച്ച് സ്നേഹം എനിക്കും കൂടെ തന്നുകൂടി എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജിയാങ് നീ അത് ഡിസേർവ് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നവൻ തിരിച്ച് മറുപടി പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ചെങ്ങിനെയാണ്. ചെങ്ങിൻ്റെ ആ ഒരു പാമ്പ് ഇപ്പോൾ അവൻ കൊടുക്കുമ്പോൾ ഫുഡൊന്നും കഴിക്കുന്നില്ല. കാരണം 2-3 ദിവസം മുമ്പാണ് നമ്മുടെ ഷീഷിയോങ് ആ ഒരു പാമ്പിന് ഫുഡ് കൊടുത്തത്. അതിനുശേഷം ഇവൻ കൊടുക്കുമ്പോൾ അവൻ്റെ പാമ്പ് ഫുഡ് കഴിക്കുന്നേ ഇല്ല. അപ്പോൾ അതിന് ഫുഡ് കൊടുക്കുന്ന ടൈമിന് അവൻ പറയുന്നുണ്ട്, അവൻ നിനക്ക് 2-3 ദിവസം മുമ്പല്ലേ ഫുഡ് തന്നത്, നീയാണെങ്കിൽ ഇനിയെങ്കിലും ഒന്ന് കഴിക്കാൻ പറഞ്ഞിട്ട് അതിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് കഴിക്കുന്നില്ല. അടുത്ത് പിന്നീട് കാണിക്കുന്നത് ചെങ്ങ് തന്നെ മറ്റേ പബ്ബിലേക്ക് എപ്പോഴും പോകുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നതാണ്. അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഓൾറെഡി ചെങ്ങി ഉണ്ടായിരുന്നു. അങ്ങനെ ചെങ്ങിനെ കാണുമ്പോഴത്തേക്കും ചെങ്ങി അവൻ്റെ അടുത്ത് നിന്നിട്ട് സംസാരിക്കുന്നുണ്ട്. നിൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് നിൻ്റെ പാമ്പുകളൊക്കെ തിരിച്ച് കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവനങ്ങനെ അതുകൊണ്ട് തന്നെ മിണ്ടാതിരിക്കുന്നുണ്ട്. അധികം ചെങ്ങിയുവിന് കാര്യം മനസ്സിലാവുന്നുണ്ട്. എന്നാൽ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെങ്ങിൻ്റെ കയ്യിൽ അവൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള പാമ്പ് മാത്രമേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചെങ്ങിയുവാണെങ്കിൽ അപ്പോൾ ഇത് മാത്രം നിൻ്റെ കയ്യിലുണ്ടല്ലേ, അല്ലെങ്കിൽ വാങ് ഷിയാവോ എന്നിങ്ങനെ പറയുന്നതും പെട്ടെന്നാണെങ്കിൽ നീ അവൻ്റെ പേര് മിണ്ടിപ്പോയതെന്ന് ദേഷ്യത്തിൽ ചെങ്ങ് പറയാണ്. വാങ് എന്ന് പറയുമ്പോൾ ഇവർ ഫ്രണ്ടായിട്ടിരുന്ന ഏതോ ഒരു പയ്യനാണ്. ഇപ്പോൾ വാങ്ങിൻ്റെ പേര് പറഞ്ഞപ്പം എന്തുകൊണ്ടാണ് ഇവൻ്റെ അത്രയും ദേഷ്യം വന്നത് എന്നൊന്നും നമുക്കറിയത്തില്ല. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ജിയാങ്ങാണെങ്കിൽ രാവിലെ ഹോസ്പിറ്റലൊക്കെ ഓപ്പൺ ചെയ്തിട്ട് നിൽക്കുന്ന ടൈമിന് ഷീഷിയോങ് ഉറക്കം എഴുന്നേറ്റിട്ട് ആ ഒരു ഡ്രസ്സിൽ തന്നെ ഇറങ്ങി വരുന്നുണ്ട്. ആ സമയം ജിയാങ് പോയി ഡ്രസ്സ് മാറ്റി, പേഷ്യൻസ് ഒക്കെ ഇപ്പോൾ വരുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഓക്കെ ഞാൻ പോയി മാറ്റാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ടൈമിനാണ് ചെങ്ങ് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ചെങ്ങിനെ കാണുന്നതും ഷീഷിയോങ്ങിന് മനസ്സിലാവുന്നുണ്ട് തന്നെ അന്വേഷിച്ചായിരിക്കും വരുന്നതെന്ന്. അങ്ങനെ ഷീഷിയോങ് ഞാൻ ഒന്ന് ഡ്രസ്സ് പോലും മാറ്റിയിട്ടില്ല, ഈ കൊലത്തിൽ അവൻ എന്നെ കണ്ടാൽ ശരിയാവത്തില്ല, ഞാൻ പോയിട്ട് ഡ്രസ്സ് മാറ്റാം, നീ എങ്ങനെയെങ്കിലും ഒരു 2-3 മിനിറ്റ് അവനെ പിടിച്ചു നിർത്താനായിട്ട് പറഞ്ഞിട്ട് ഷീഷിയോങ് റൂമിലേക്ക് പോവാണ്. അങ്ങനെ ചെങ്ങ് വരുന്നതും നമ്മുടെ ജിയാങ്ങാണെങ്കിൽ എന്താണ് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ചെങ്ങപ്പോൾ അത് പിന്നെ ഷീഷിയോങ് ഇവിടെ ഇല്ല, ഞാൻ അവനെ കാണാനായിട്ട് വന്നതെന്ന് പറയുമ്പോഴത്തേക്കും അവനിവിടെ ഇല്ല, എന്തെങ്കിലും കാര്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇല്ലയെന്ന് ഫസ്റ്റ് ചെങ്ങ് വിശ്വസിക്കുന്നുണ്ട്. എന്നാലും ഒരു ഡൗട്ട് പോകുന്നുണ്ട്, അവൻ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന്. അവിടെ സൈഡിൽ ഒരു റൂമും കാണുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി നോക്കാമെന്ന് ചെങ്ങ് വിചാരിച്ചിട്ട് നടന്നു പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ജിയാങ് അവനെ അങ്ങോട്ടേക്ക് വിടുന്നില്ല, കയ്യിൽ പിടിച്ച് തടയുന്നുണ്ട്. എന്നാൽ ചെങ്ങും പവർഫുള്ളാണ്, നമ്മുടെ ജിയാങ്ങും പവർഫുള്ളാണ്. രണ്ടുപേരും ഒന്നും സംസാരിക്കാതെ പരസ്പരം നോക്കി തന്നെ നിൽക്കുന്നുണ്ട്. താനാണെങ്കിൽ ചേർത്തിട്ടും കാര്യമില്ലയെന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും ജിയാങ്ങാണെങ്കിൽ പതുക്കെ കൈ വിടുന്നുണ്ട്. ചെങ്ങ് അങ്ങോട്ടേക്ക് കയറി പോകുന്നുണ്ട്. ഇതേ സമയം സംസാരമൊന്നും കേൾക്കാത്തതുകൊണ്ട് തന്നെ ചെങ്ങ് പോയി കാണുമെന്ന് എഴുതിയിട്ട് ഡോറ് തുറക്കാനിട്ട് ഷീഷിയോങ് പോകുമ്പോഴാണ് കറക്റ്റ് ചെങ്ങ് പുറത്തുനിന്ന് ആ ഡോറ് ഓപ്പൺ ചെയ്തത്. അങ്ങനെ പെട്ടെന്ന് ഷീഷിയോങ്ങിനെ കാണുമ്പോഴത്തേക്ക് ചെങ്ങാണെങ്കിൽ ആഹാ നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്നൊരു രീതി നോക്കുന്നുണ്ട്. ഷീഷിയോങ്ങിനാണെങ്കിൽ നിനക്ക് നാണമെന്ന് പറഞ്ഞ സാധനമില്ലേ, ഇവിടെ വല്ല പെങ്കൊച്ചും ഡ്രസ്സ് മാറ്റിക്കൊണ്ടാണ് നിന്നിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ, നീ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ തുറന്ന് കയറിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ സമയം ചെങ്ങാണെങ്കിൽ ഇവയിട്ടിരുന്ന ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ട് നിന്നിട്ട് നിനക്ക് നല്ല ചേരുന്നുണ്ടെന്നൊക്കെ പറയാണ്. ആ സമയം ഷീഷിയോങ്ങാണെങ്കിൽ ഒന്ന് ഇറങ്ങി പോകാമോ, എനിക്ക് കുളിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടെ മുമ്പത്തെ പോലെ തന്നെ അവൻ്റെ ബാക്കിലൊന്ന് പിടിച്ചിട്ടാണ് ഇവൻ പോകുന്നത്. ആ സമയം ഷീഷിയോങ്ങാണെങ്കിൽ എൻ്റെ പൊന്ന് ഷീഷിയോങ്ങി നീ കൺട്രോൾ ചെയ്തിരിക്കും, നമുക്കാണെങ്കിൽ റിവഞ്ച് ചെയ്യണ്ടേ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ സ്വയം തന്നെ കൺട്രോൾ ചെയ്ത് നിർത്തുവാണ്. ഇല്ലെങ്കിൽ ഈ സമയം കൊണ്ട് ചെങ്ങനെ വല്ലതും ചെയ്തേനെ. എന്തായാലും അവനാണെങ്കിൽ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി വരുമ്പോഴത്തേക്കും ചെങ്ങാണെങ്കിൽ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ്റെ ഒരു പാമ്പ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവൻ വന്നിട്ട് നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ചെങ്ങാണെങ്കിൽ അതുകൊണ്ട് എൻ്റെ പാമ്പിന് വയ്യ, അപ്പോൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയുന്നുണ്ട്. ആ സമയം അതിന് വയ്യെങ്കിൽ ഇനി എന്തിനാ എൻ്റെ അടുത്തോട്ട് അതിനെ കൊണ്ടുവരുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ചെങ്ങാണെങ്കിൽ നിൻ്റെ കയ്യിൽ നേരത്തെ പോലെ മുട്ടായിയൊക്കെ ഉണ്ടോ, നീ എനിക്ക് എപ്പോഴും മുട്ടായി തന്നുകൊണ്ടിരുന്നതല്ലേ, എനിക്കിത് വേണമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഷീഷിയോങ് എൻ്റെ കയ്യിൽ അത് ഇല്ലയെന്ന് പറയുമ്പോൾ ചെങ്ങ് പോയി വാങ്ങിച്ചിട്ട് വരാൻ പറയുന്നുണ്ട്. അപ്പോൾ ഷീഷിയോങ് താല്പര്യം ഇല്ലയെന്ന് പറയാണ്. ആ ടൈമിൽ ചെങ്ങാണെങ്കിൽ ശരി നീ എന്താ 2 ദിവസമായിട്ട് ബാസ്കറ്റ് ബോൾ കളിക്കാൻ വരാത്തതെന്ന് ചോദിക്കുകയാണ്. ആ സമയം എനിക്ക് വരണമെന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ വന്നില്ല എന്ന് പറയാണ്. ചെങ്ങ് പെട്ടെന്ന് ചെന്നിട്ട് ഷീഷിയോങ്ങിൻ്റെ കഴുത്തിൽ പിടിക്കുന്നുണ്ട്. ഭയങ്കര ടൈറ്റായിട്ടല്ല പിടിക്കുന്നത്. അങ്ങനെ അവനെ പിടിച്ചു വെച്ചിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, വരാതിരിക്കാനാണെങ്കിൽ നീ എന്തിനാ ഇത്രയും ദിവസം വന്നുകൊണ്ടിരുന്നതെന്ന്. ആ സമയം ജിയാങ് അങ്ങോട്ടേക്ക് വന്നിട്ട് നീ അവൻ്റെ അടുത്ത് അത്ര ക്ലോസ് ആയിട്ട് നിൽക്കണ്ട, അവന് പനിയാണ്, അവന് വയ്യാന്ന് പറയുന്നുണ്ട്. ഇതിപ്പോൾ അവരുടെ അടുത്ത പ്ലാനാണ്. അപ്പോൾ അത് പറയുന്നതും പെട്ടെന്ന് ഷീഷിയോങ്ങും ചെറുതായിട്ടൊന്ന് ചുമയ്ക്കുന്നുണ്ട്, അത് എനിക്ക് വയ്യാതിങ്ങനെ കാണിക്കാനായിട്ട്. ആ സമയം ചെങ്ങ് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഷീഷിയോങ് ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ജിയാങ് ആണെങ്കിൽ നിൻ്റെ പാമ്പിന് അന്ന് അവനൊരു ഫുഡ് കൊടുത്തില്ലേ, അതൊരു എലിയായിരുന്നില്ലേ, ആ എലീനെ പിടിക്കാനായിട്ട് അവനാണെങ്കിൽ മഴയത്തിറങ്ങി ഓടിയതാ, എന്നിട്ട് ചെന്ന് എവിടേക്ക് വീണിട്ടൊക്കെയാണ് വന്നത്. ഒരാൾക്ക് വേണ്ടിയിട്ട് അവനെന്താ ഇത്രയൊക്കെ ചെയ്യുന്നത്, അതുപോലെ തന്നെ നിനക്ക് അവൻ ഡെയിലി മുട്ടായി ഉണ്ടാക്കി തരുമായിരുന്നു നിൻ്റെ മൂഡ് നന്നായിട്ടിരിക്കാനായിട്ട്. ഇത്രയും ഒരു പാവത്തിനെ എന്ത് പറയാനാ, അവനെങ്ങാനും ആ കുഴിയിലേക്ക് വീഴുന്ന സമയത്ത് എന്തെങ്കിലും പറ്റിപ്പോയിരുന്നെങ്കിലോ.
ഈ നാടിന് ഒരു നല്ലൊരു ചെക്കനെ നഷ്ടപ്പെട്ടേനെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നല്ലവനാക്കി കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനെന്തായാലും ചെങ്ങ് വീഴുന്നുമുണ്ട്. അതേ ടൈമിനാണ് മറ്റൊരു പയ്യൻ കറക്റ്റ് ടൈമിങ്ങിന് കയറി വന്നിട്ട് നമ്മുടെ ശീശിയോങ് ചെങ്ങിനെ വളയ്ക്കാനായിട്ട് കുറച്ച് പാമ്പുകളെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ കുറച്ച് ചത്തു എന്ന് വന്ന് പറയുന്നത്. അങ്ങനെ ഉടനെ തന്നെ അവൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പുറകെ നമ്മുടെ ചെങ്ങും പോകുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് ആ പാമ്പുകളെ നോക്കുമ്പോൾ ചെങ്ങ് പറയുന്നുണ്ട് അതിൻ്റെ ആ ഒരു ഇനം നല്ലതല്ലാന്ന്. ആ സമയം അങ്ങനെയൊന്നും വരാൻ ചാൻസ് ഇല്ല, ഞാൻ നല്ലത് നോക്കിയാണ് വാങ്ങിച്ചത്, ഞാനാണെങ്കിൽ കൊടുത്ത ഫുഡിലും എല്ലാം പ്രശ്നമായിരിക്കും എന്ന് പറയുമ്പോൾ ചെങ്ങാണെങ്കിൽ അല്ല അതിൻ്റെ ബ്രീഡ് നല്ലതല്ല, അത് മോശമാണ്, അതുകൊണ്ടാണ് അത് ഈ ഒരു ക്ലൈമറ്റിൽ ജീവിക്കത്തില്ല, ചത്തുപോകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവനറിയാമെന്നുള്ളതെല്ലാം നമ്മുടെ ശീശു അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെങ്ങ് ചോദിക്കുന്നുണ്ട് നീ ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ വാങ്ങിൻ്റെ ഫാമിൽ നിന്ന് വാങ്ങിച്ചാണെന്ന് പറയുന്നുണ്ട്. അതേ ടൈമിന് ആ കൊടുത്ത പാമ്പുകളിൽ അതിങ്ങനെ ചത്തു പോകുമെന്ന് അറിഞ്ഞിട്ടാണ് അയാൾ കൊടുത്തതെന്നുള്ളൊരു ഫീലിംഗ് ചെങ്ങിന് വന്നിട്ട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് നേരെ ആ ഫാമിലോട്ടായിരിക്കും. എന്നാലും അവൻ ദേഷ്യത്തിൽ ഇറങ്ങി പോകുന്നുണ്ട്. ആ സമയം ശീശു അങ്ങ് ചിരിക്കുന്നുണ്ട്. കാരണം ഇത് ശീശു അങ്ങ് മനഃപൂർവ്വം പ്ലാൻ ചെയ്ത കാര്യങ്ങളാണ്. ഈ പാമ്പുകൾ ചത്തുപോകും, നല്ലതല്ല എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവൻ വാങ്ങിച്ചത്. അപ്പോൾ മുമ്പത്തെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം അവൻ ജിയാങ്ങിനോട് പറയുന്നുണ്ട്. ജിയാങ് അപ്പോൾ ചത്തുപോകും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നീ എന്തിനാ പാമ്പുകളെ വാങ്ങിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് പിന്നെ നല്ലത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളതിൽ ഭയങ്കര എക്സ്പേർട്ടാണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവനാണെങ്കിൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് അറിയത്തില്ല. അതിനേക്കാളും നമ്മളാണെങ്കിൽ ട്രൈ ചെയ്യുന്നുണ്ട്, ജെനുവിനാണ്, മിസ്റ്റേക്കൊക്കെ വരുന്നവരാണ് എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അവനാണെങ്കിൽ എന്നെ ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. പിന്നെ അവനാണെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഒരു കുടുക്കി വീഴും, അവനാണെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ പ്രസൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ശരിയാണ്, കാരണം അവൻ്റെ ഒരു പാമ്പുകൾ ചത്തു, അതിങ്ങനെ ഒരാൾ വിറ്റതാണ്, അത് അയാൾ മോശം കൊടുത്തതാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ അവന് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ട് ഇപ്പോൾ ചെങ്ങ് ചെന്നേക്കാണ്. അങ്ങനെ ആ ഒരു കാര്യം ഓർത്തിട്ട് ചിരിച്ചുകൊണ്ട് നമ്മുടെ ശീശു അങ്ങ് നിൽക്കുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് എൻ്റെ ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ബൈ.